Welcome back to today's episode of Milestone Mummies. Let's see a number line. Here we can see 0 in the middle, right side part positive numbers and left side part negative numbers. From 0 towards right numbers are increasing and towards left numbers are decreasing. Now check which are the numbers available in the number line. First one is natural numbers. Natural numbers are used for counting. ഈ എക്സാമ്പിൾ നോക്കുക 1, 2, 3 up to 10 നമ്പേഴ്സ് ഉണ്ടല്ലേ. ഇതിനകത്ത് ഇത് 10 ചെയർസ് ആണ് എല്ലാവരും സപ്പോസ് ചെയ്യുക. ഇമാജിൻ ദിസ് ആർ 10 ചെയർസ്. നമ്മൾ എങ്ങനെയാണ് കൗണ്ട് ചെയ്യുന്നത്? ചെയർ 0 എന്ന് കൗണ്ട് ചെയ്യുമോ? ഇല്ല, ഒന്നാമത്തെ ചെയർ, ഫസ്റ്റ് ചെയർ. സോ ദാറ്റ് ഈസ് നാച്ചുറൽ നമ്പേഴ്സ് ഫോർ കൗണ്ടിങ്. മലയാളത്തിൽ ഇതിനെ എണ്ണൽ സംഖ്യകൾ എന്ന് പറയാറുണ്ട്. ഓക്കെ, so these are natural numbers. We can represent natural numbers in the number line. Second number is whole number. ഇതിനകത്ത് സീറോയും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള നമ്പേഴ്സിനെയാണ് whole numbers എന്ന് പറയുന്നത്. It is represented by the symbol W. Next is integers. Integers നോക്കുക, നമ്പർ ലൈൻസിൽ പോസിറ്റീവ് നമ്പേഴ്സും നെഗറ്റീവ് നമ്പേഴ്സിനും വരുന്നതിനെയാണ് integers എന്ന് പറയുന്നത്. Integers are representing using the symbol Z. Next is rational numbers and irrational numbers. Irrational numbers നമ്പർ ലൈനിൽ വരുന്നതാണ്. എക്സാമ്പിൾ നോക്കുക, ഫ്രാക്ഷൻ്റെ ഫോമിലുള്ള നമ്പേഴ്സ് -2/3, 4/9, -27/6 ഇതൊക്കെ റാഷണൽ നമ്പേഴ്സ് ആണ്. 2നെ നമുക്ക് 2/1 എന്ന് ഈ ഫോമിൽ എഴുതാൻ പറ്റും അല്ലേ. ഈ നമ്പേഴ്സ് ഒക്കെ റാഷണൽ നമ്പേഴ്സ് ആണ്. Then which are the examples of irrational numbers? Irrational numbers √2, √5, √7, പൈ ഇതൊക്കെ റാഷണൽ നമ്പേഴ്സിന് എക്സാമ്പിൾ ആണ്. കൂട്ടുകാരെ, റാഷണൽ നമ്പേഴ്സിന് 3 റൂൾസ് ഉണ്ട്. എ നമ്പേഴ്സ് ക്യാൻ ബി റിട്ടൺ ഇൻ P/Q ഫോം. P/Q ഫോർമാറ്റിൽ എഴുതാൻ പറ്റുന്ന നമ്പേഴ്സ് എല്ലാം റാഷണൽ നമ്പേഴ്സ് ആയിരിക്കും. ഹിയർ P ആൻഡ് Q ആർ ഇൻഡിജേഴ്സ്. പിയും ക്യൂയും ഇൻഡിജേഴ്സ് ആയിരിക്കണം. ഓക്കെ, അത് റാഷണൽ നമ്പേഴ്സിൻ്റെ റൂളാണ്. പ്ലസ് Q നോട്ട് ഈക്വൽ ടു 0, ദാറ്റ് ഈസ് ഡിനോമിനേറ്റർ 0 ആകാൻ പാടില്ല. ഈ 3 റൂൾസും റാഷണൽ നമ്പേഴ്സിന് ഫോളോ ചെയ്യുന്നു. എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ 2/3 നമുക്ക് വേണമെങ്കിൽ റാഷണൽ നമ്പേഴ്സ് ആയിട്ട് എഴുതാം. 0/4 റാഷണൽ നമ്പറാണ്. കാരണം എന്താ, ന്യൂമറേറ്ററിലാണ് 0, ഡിനോമിനേറ്ററിലല്ല. സോ ഇത് റാഷണൽ നമ്പറിൻ്റെ എക്സാമ്പിളാണ്. ബട്ട് 5/0 ഇത് എക്സാമ്പിൾ അല്ല, കാരണം ഡിനോമിനേറ്റർ 0 ആയിരിക്കുകയാണ്. ഇതൊക്കെ റാഷണൽ നമ്പേഴ്സിൻ്റെ എക്സാമ്പിളാണ്. അതുപോലെ തന്നെ -6/-4 ഇത് സപ്പോർട്ടാണ്. കാരണം എന്താ, ഇൻഡിജേഴ്സ് റാഷണൽ നമ്പേഴ്സിൽ ഇൻക്ലൂഡഡ് ആണ്. കൂട്ടുകാരെ, പെർഫെക്റ്റ് സ്ക്വയേഴ്സ് വരുന്ന സ്ക്വയർ റൂട്ടിൽ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് വരുന്ന നമ്പേഴ്സ് ഉണ്ടല്ലോ, അതിനെ നമുക്ക് ഇറേഷണൽ ആണെന്ന് പറയാൻ പറ്റത്തില്ല. ഫോർ എക്സാമ്പിൾ √4 നമുക്കിത് 2 എന്ന് എഴുതാമല്ലോ. 2 എന്ന് എഴുതിയാൽ നമുക്ക് അത് എന്തുമായിട്ട് വരും? റാഷണൽ നമ്പർ ആയിട്ട് വരും. സോ ഇത് ഇറാഷണൽ എക്സാമ്പിൾ അല്ല. ഇപ്പോൾ കുറേ റൂട്ട്സ് നമ്മൾ കണ്ടല്ലേ. √9 അതുപോലെ തന്നെ നമുക്ക് 3 വരുന്നുണ്ടല്ലോ. 3 വരുന്നതും റാഷണൽ നമ്പറാണ്, ഇറാഷണൽ അല്ല. സോ √10 നമുക്ക് എടുക്കാം, √3 എടുക്കാം. ഇതൊക്കെ എന്താണ്? ഇറാഷണൽ നമ്പേഴ്സാണ്, പെർഫെക്റ്റ് റൂട്ട് സ്ക്വയർ റൂട്ട് ഇല്ലാത്തത്. ഇനി അതുപോലെ തന്നെ നമ്മൾ ഒരു നമ്പർ നോക്കുമോ, 7/8. ഇതിൻ്റെ ഡിവിഷൻ നമുക്കൊന്ന് നോക്കാം. 7/8 ഇത് ഡിവിഷൻ പോസിബിൾ ആണോ? അല്ല. നമ്മളിവിടെ 0 ഇടുക, എന്നിട്ട് 8 zeros are 0, 7 - 0 7. ഇതും ഡിവിഷൻ പോസിബിൾ അല്ലാത്തതുകൊണ്ട് നമ്മൾ മുകളിൽ ഡെസിമൽ പോയിന്റ് ഇടുക, റൈറ്റ് സൈഡിൽ 0 ഇടുക അല്ലേ. നോക്കുക, 8 8s are 64. We know that. Then remainder is 6. Again we are adding 0 to the right side part. 8 7s are 56. Remainder is 4. Then right side we are again putting 1 0. 8 5s are 40. ഇവിടെ നോക്കി, ഇവിടെ ഡിവിഷൻ ടെർമിനേറ്റ് ചെയ്യുന്നുണ്ട്, എൻഡ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള നമ്പേഴ്സും റാഷണൽ നമ്പേഴ്സാണ്. സോ നമുക്ക് കിട്ടിയ ആൻസർ എത്രയാണ്? 0.875. ഈ ഇവിടെ എൻഡ് ചെയ്യുന്ന നമ്പേഴ്സ് എല്ലാം റാഷണൽ നമ്പേഴ്സ് ആണ്. ഇങ്ങനെ എൻഡ് ചെയ്യാത്ത നമ്പേഴ്സ്, ഫോർ എക്സാമ്പിൾ 0.87,
6, 5, 4, 3 ഇങ്ങനെ പോകുന്ന നമ്പേഴ്സ് ഇർറാഷണൽ നമ്പേഴ്സാണ്. സോ ദിസ് ഈസ് ദി എക്സാമ്പിൾ ഓഫ് ഇറാഷണൽ. ഓക്കെ, ഇങ്ങനെ എൻഡ് ചെയ്യാതെ ഇങ്ങനെ പോകുന്ന റിസൾട്ട് വരുവാണെങ്കിൽ ഇറാഷണൽ ആണ്. സപ്പോസ് കൺസിഡർ അനദർ എക്സാമ്പിൾ 0.3333 or 1.434343. ഈ രണ്ട് കേസിൽ നമുക്ക് ഇതിനെ എങ്ങനെയൊക്കെ എഴുതാം? 0.333 എന്ന് വരുന്നതിന് നമുക്ക് 0.3 ബാർന്ന് ഇടാം അല്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഇവിടെ ബാർന്ന് ഇടാൻ പറ്റുന്നത് ഇത് റാഷണലാണ്. അതുപോലെ 1.434343 റിപ്പീറ്റ് ആയിട്ട് അങ്ങ് പോവുകയാണ് ഡിവിഷൻ്റെ റിസൾട്ട്. അപ്പം ഇവിടെ നോക്കുകയാണെങ്കിൽ 1.43 ബാർന്ന് ഇങ്ങനെ നമുക്ക് രണ്ട് നമ്പേഴ്സ് കണ്ടിന്യൂസ് വരുന്നതിന് ബാർ ഇടാം. അപ്പം ഇങ്ങനെ ബാർ ഇടാൻ പറ്റുന്നതൊക്കെ എന്താണ്? റാഷണൽ നമ്പേഴ്സിന് എക്സാമ്പിൾ ആട്ടോ, റാഷണൽ നമ്പേഴ്സിന്. സപ്പോസ് 1.64347878 ഇങ്ങനെ പോവാന്ന് വെച്ചോ, ഇത് റാഷണൽ ആണോ? അല്ല, ഇറാഷണൽ. കാരണം എന്താ? കണ്ടിന്യൂസ് ആയിട്ടുള്ള നമ്പേഴ്സ് അല്ല, മാത്രമല്ല അതിങ്ങനെ റിപ്പീറ്റ് ചെയ്യണമില്ല, അതങ്ങ് പോവാണ് ഡിവിഷൻ അല്ലേ, എൻലെസ് ആയിട്ട് പോവാണ്. സോ ഇത് ഇറാഷണൽ നമ്പേഴ്സാണ്. അപ്പം നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രൈം നമ്പേഴ്സിനെ കുറിച്ചാണ്. ഒരു നമ്പേഴ്സ് പ്രൈം നമ്പർ ആണെങ്കിൽ only one rule, the factors should be 1 and that number itself. കൺസിഡർ വൺ എക്സാമ്പിൾ 7 എന്നൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. 7നെ 1 കൊണ്ട് പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുമല്ലോ. 1 7s are 7, റിമൈൻഡർ ഈസ് 0. ഓക്കെ, ഇറ്റ്സ് പോസിബിൾ. പിന്നെ എന്തുകൊണ്ടാണ് പറ്റുന്നത്? 7 1s are 7. ഇത് രണ്ടും പറ്റും. അപ്പോൾ ഇതിൻ്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 1 and 7. അപ്പം ഒരു നമ്പറിനെ ആ നമ്പർ കൊണ്ടും 1 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സാണ് പ്രൈം നമ്പേഴ്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രൈം നമ്പേഴ്സിൻ്റെ എക്സാമ്പിൾസ് നോക്കാം. സ്റ്റാർട്ടിങ് ഫ്രം 2, 2, 3, 5, 7, 11, 13, 17, 19, 23, 29, 31, 37. ഇതൊക്കെ പ്രൈം നമ്പേഴ്സ് ആണ്. ഇത്രയെല്ലാം നിങ്ങൾ പഠിച്ചു വെക്കുക, കാരണം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. മത്സര പരീക്ഷയ്ക്കൊക്കെ ഇത് ചോദിക്കുന്നതാണ്. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എഴുതുന്നവർക്കൊക്കെ ഉറപ്പായിട്ട് ഇത് വേണ്ടതാണ്. എന്തുകൊണ്ടാണ് 1 പ്രൈം നമ്പേഴ്സ് അല്ലാത്തത്? ഏതൊരു നമ്പർ, ഫോർ എക്സാമ്പിൾ ഏതൊരു നമ്പറിനെ നമുക്ക് 1 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1ഉം ആ നമ്പറും വേണം. ഇപ്പോൾ 1 മാത്രമായിട്ട് പറ്റത്തില്ല, അതുകൊണ്ടാണ് 1 പ്രൈം നമ്പർ അല്ലാത്തത്. ഇനി വേറൊരു കാറ്റഗറി ഓഫ് നമ്പർ ഉണ്ട്, ദാറ്റ് ഈസ് കോമ്പോസിറ്റ് നമ്പർ. കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്ന് വെച്ചാൽ അതിന് മോർ ദാൻ 2 ഫാക്ടേഴ്സ് വേണം. ഓക്കെ, അങ്ങനെയുള്ള നമ്പേഴ്സ്. ഫോർ എക്സാമ്പിൾ 4 എടുക്കുവാണെങ്കിൽ 4ൻ്റെ ഫാക്ടേഴ്സ് നമുക്കറിയാം. 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, 4 കൊണ്ട് പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, ലൈക്ക് ദാറ്റ് 2. അതുപോലെ തന്നെ 8 എടുക്കുവാണെങ്കിൽ 8നെ നമുക്ക് 2 കൊണ്ട് പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, 4 കൊണ്ട് പറ്റും, 1 കൊണ്ട് പറ്റും, പിന്നെ 8 കൊണ്ട്. ഇതൊക്കെ എന്താണ്? കോമ്പോസിറ്റ് നമ്പേഴ്സിന് എക്സാമ്പിളാണ്. ലൈക്ക് ദ വൺ മോർ കാറ്റഗറി, ദാറ്റ് ഈസ് കോപ്രൈം നമ്പേഴ്സ്. ഇങ്ങനെ ഒരു കാറ്റഗറി ഉണ്ട് കേട്ടോ, കോപ്രൈം നമ്പേഴ്സ്. കോപ്രൈം നമ്പേഴ്സ് എന്ന് വെച്ചാൽ ഇപ്പോൾ രണ്ട് നമ്പർ 2 and 3 കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതിന് രണ്ടിനും കോമൺ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 2നെ നമുക്ക് 1 കൊണ്ടും 2 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും, 3നെ നമുക്ക് 1 കൊണ്ടും 3നെ കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ കോമൺ ആയിട്ട് ഏത് ഫാക്ടർ ഉണ്ട്? 1 ഉണ്ട്. സോ ഈ രണ്ട് നമ്പേഴ്സിൻ്റെയും ഫാക്ടേഴ്സ് എടുക്കുമ്പോൾ കോമൺ ആയിട്ട് 1 വരുന്ന ടൈപ്പ് നമ്പേഴ്സാണ് കോപ്രൈം നമ്പേഴ്സ്. അപ്പോൾ ഈ എക്സാമ്പിളിനകത്ത് നമുക്ക് പറയാൻ പറ്റും 2 and 3 ആർ കോപ്രൈം നമ്പേഴ്സ് എന്ന് നമുക്ക് പറയാൻ പറ്റും. Next is decimal numbers. These are a way to represent numbers that include a fractional part. Fractional part would include ചെയ്തിട്ടുള്ള numbers ആണ് decimal numbers. The base of decimal number system is 10. That means 0 to 9 numbers ആണ് decimal number systemത്തിൽ വരുന്നത്. So അതിൻ്റെ ബേസ് 10 എന്ന് പറയും. Look at these examples. 3.5. 3.5 നമുക്ക് എങ്ങനെ എഴുതാം? 3യും 5/10 ആക്കി എഴുതാം 5നെ അല്ലേ, like that. Then 0.75, another example of decimal number. Next is binary number. Binary number is a number expressed in the base 2 numeral system. ബൈനറി നമ്പേഴ്സിനകത്ത് രണ്ട് നമ്പേഴ്സ് വരുന്നുള്ളൂ, 0 and 1. അതാണ് അതിൻ്റെ ബേസ് 2. ദെൻ ഓരോ ഡിജിറ്റും റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ബിറ്റിനെയാണ്. ലാസ്റ്റ് ഒരു ഹോംവർക്ക് ഉണ്ടായിരുന്നു,
എ ഗ്രൂപ്പ് ഓഫ് 8 ബിറ്റ്സ് 1 ബൈറ്റ് ആന്ന് പറഞ്ഞിട്ട് എ ഗ്രൂപ്പ് ഓഫ് 4 ബിറ്റ്സ് എന്താന്ന്. അപ്പം അതിൻ്റെ ആൻസർ നിബിൾ ആണ്. NIBBLE നിബിൾ. അപ്പം ഇന്നത്തെ ഹോംവർക്ക് ഇതാണ്. വിച്ച് ഈസ് ദി വൺ ആൻഡ് ഓൺലി വൺ ഈവൻ പ്രൈം നമ്പർ. ഹോംവർക്ക് എല്ലാവരും പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈൽസ്റ്റോൺ മമ്മീസ്. മേലേ മലമേലേ മിന്നണലോ തുമ്പപ്പൂ പോലെ വീട് കളിക്കൂട് അമ്മ കിളി